ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ കോൺട്രാക്ട് എടുത്ത എന്താ പറയാ സഹകരണ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് മറ്റൊരു കോൺട്രാക്ട് കൊടുത്ത കേസിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ULCCS എന്ന് പറയുന്നത് കഴിഞ്ഞ 100 വർഷത്തെ അവരുടെ ഹിസ്റ്ററി വെച്ചുകൊണ്ട് ടെൻഡർ ഇല്ലാതെ 10% അഡീഷണലിൽ വർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പനിയാണെന്നാണ്. അല്ല, അങ്ങനെ കേരളത്തിൽ കൊടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഏറ്റവും അധികം. ഞാനതാ പറയണത്, ഏറ്റവും കൂടുതൽ വർക്ക് ULCCSന് കൊടുത്തിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. ഈ കാർഡ് ഇവർ മുമ്പ് ഇറക്കിയിരുന്നതാണ്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശങ്കരനാരായണൻ തമ്പി ഹാൾ റിനോവേറ്റ് ചെയ്യാൻ ULCCSന് കൊടുത്തു എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിയപ്പം അന്നത്തെ സ്പീക്കർ UDFന്റെ എത്ര MLA മാർ എൻ്റെ മണ്ഡലത്തിലുള്ള എന്താ പറയുക MLA ഫണ്ട് വിനിയോഗം ULCCയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു സഹകരണ സ്ഥാപനമാണത്. NHAI ഏൽപ്പിച്ച വർക്ക് കേരളത്തിൽ ഏറ്റവും ആദ്യം തീർത്തത് ULCCS ആണ്. ആഗോള കമ്പനികൾ, ഭീമൻ കമ്പനികൾ, അദാനിയുടെ വർക്ക് ഡിലേ ആവുന്നിടത്താണ് ULCCS ഏറ്റെടുത്ത ചെങ്കള തലപ്പാറ CT റോഡ് എന്ന് പറഞ്ഞ റോഡാണ് ആദ്യം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം വേറെ ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോഴാണ് ഇവർ ULCCSന്റെ തലയ്ക്ക് കയറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഏറ്റവും നല്ല മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു ശ്രമമാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് പൊളിറ്റിക്കലായിട്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. CPM-നെതിരെയോ VPP മുസ്തഫയ്ക്കെതിരെയോ കൈരളിക്കെതിരെയോ പറയേണ്ട കാര്യമല്ല. ഈ നന്മ നമുക്ക് തുടരേണ്ടതുണ്ട് നാട്ടിൽ. അതുകൊണ്ട് പറ്റിപ്പോയ അബദ്ധങ്ങൾ സമ്മതിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. 10 പേർക്കാണ് വീടെങ്കിൽ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കുക. ഇത്രയേ പിരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് ചെയ്യുക. അത് ചോദിക്കുന്ന ജനങ്ങളെ തെറി വിളിക്കുകയും അവരെ എന്താ പറയുക പാദസേവ ചെയ്യുകയാണ്, DYFIക്കാർ എന്താ പറയുക ഗുണ്ടാ പിരിവ് നടത്തണം അല്ലല്ലോ. ആക്രി പെറുക്കുന്ന മാക്രികൾ എന്നാണ് ഇവർ വിളിച്ചിരുന്നത്. ആക്രി പെറുക്കി വിറ്റിട്ട് കൂടിയാണ് 25 വീട് ഡിക്ലെയർ ചെയ്ത് DYFI 100 വീടിനുള്ള ഫണ്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കേണ്ട, സർക്കാരിന് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ വർത്താനം കേട്ടിട്ട് വീട് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന 100 ചില്ലാനം കുടുംബങ്ങളുണ്ട് വയനാട്ടിൽ. അവരെ പിന്നെയും ദുരന്തമുഖത്തേക്ക് വിടരുത്. ഇനിയും 3 മാസക്കാലം കൂടെയാണ് സർക്കാർ അവർക്ക് വാടക കൊടുക്കുക നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച്. അതിനുശേഷം അവരെ പിന്നെയും ഒരു ദുരന്തത്തിലേക്ക് തള്ളിയിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്, ലീഗ് ചെയ്യുന്നത്, യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത്. നിങ്ങളെ ക്യാമ്പിൽ അടിയുണ്ടായിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം, അതല്ല ഇവിടെ വിഷയം.